Hi everyone, welcome to Stardust Academy. ഞാൻ റോഷ്ന. നമുക്ക് ഇന്ന് കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് 2-ൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പം ഞാനിവിടെ മൊഡ്യൂൾ വൈസ് അല്ല പറയുന്നത്, നിങ്ങൾ ടെക്സ്റ്റിലുള്ള മൊഡ്യൂളിൻ്റെ ഓർഡറിലല്ല, ഫസ്റ്റ് മൊഡ്യൂൾ സെക്കൻഡ് മൊഡ്യൂൾ എന്നുള്ള രീതിയിലല്ല പറയുന്നത്. ഇമ്പോർട്ടൻറ്റ് മൊഡ്യൂൾസ് വെച്ച് നിങ്ങൾ ഈ ഓർഡറിൽ പഠിച്ചു പോയാൽ മതി, അതായിരിക്കും നല്ലത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതും അതേപോലെ തന്നെ കുറച്ച് ഇത്ര പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻസ് മാത്രമേ അതിൽ നിന്ന് ചോദിക്കുകയുള്ളൂ, ആ രീതിയിലുള്ള ഒരു ചാപ്റ്ററാണ് അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് വരുന്നത് നിങ്ങൾ പഠിക്കേണ്ടത് സ്ലിപ്പ് സിസ്റ്റം ആണ്. ബാങ്കിന്റെ സ്ലിപ്പ് സിസ്റ്റം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ സ്ലിപ്പ് സിസ്റ്റം, അതിന്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ചിലപ്പോൾ സ്ലിപ്പ് സിസ്റ്റം മാത്രമായിട്ട് 2 മാർക്സ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാം, അല്ലെങ്കിൽ സ്ലിപ്പ് സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും കൂടിയിട്ട് പാരഗ്രാഫ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും വരാം. പിന്നെ നമുക്ക് ഷോർട്ടായിട്ട് ചോദിക്കുന്നത് NPA ആൻഡ് NBA, നോൺ പെർഫോമിംഗ് അസറ്റ്സ് ആൻഡ് നോൺ ബാങ്കിങ് അസറ്റ്സ്. ഇത് രണ്ടും പഠിച്ചു വെക്കുക. ഇതിലേതെങ്കിലും ഷുവറായിട്ട് നമുക്ക് ചോദിക്കാം, മിക്കവാറും ക്വസ്റ്റ്യൻസിൽ ഉണ്ടാവുന്നതാണ് സ്ലിപ്പ് സിസ്റ്റം, NPA NBA ഒക്കെ. പിന്നെ വരുന്ന അസറ്റ് ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പോൾ അസറ്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കണം, അത് തിയറി ചോദിക്കാം. അതിന്റെ പ്രൊവിഷൻ പെർസെൻറ്റേജും കൂടി പഠിച്ചു വെക്കാം. ചിലപ്പം പ്രൊവിഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പ്രോബ്ലം ചോദിക്കാം. പ്രോബ്ലം ചോദിക്കുവാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാനില്ല, പ്രൊവിഷന്റെ പെർസെൻറ്റേജ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ഇട്ടാൽ മാത്രം മതിയല്ലോ. അപ്പം അതുകൊണ്ട് പെർസെൻറ്റേജും പഠിച്ചു വെക്കാം. അസറ്റ് ക്ലാസിഫൈ ചെയ്യുന്ന ടൈപ്സ് ഓഫ് അസറ്റ്സ് അതേപോലെ തന്നെ പഠിച്ചു വെക്കാം. പിന്നെ ഒരു പ്രോബ്ലം ചോദിക്കുന്ന റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ്. അപ്പൊ ഇതിൽ 3 തരം പ്രോബ്ലംസ് ചോദിക്കാം. ഒന്ന് പ്രൊവിഷനിങ്ങിന്റെ പ്രോബ്ലം, ചാൻസ് അത്ര ഇല്ല, എന്നാലും പ്രൊവിഷനിങ് ചോദിക്കാം. റിബേറ്റ് ചാൻസ് കൂടുതലാണ് ചോദിക്കാൻ, റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ്. അതിന്റെ ജേർണൽ എൻട്രിയും അതേപോലെ തന്നെ റിബേറ്റിന്റെ കാൽക്കുലേഷൻ, നമ്മൾ ഡ്യൂ ഡേറ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന പ്രോബ്ലം ഉണ്ടല്ലോ, ആ പ്രോബ്ലം റിബേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന, ക്ലോസിംഗ് റിബേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോബ്ലവും അതിന്റെ ജേർണൽ എൻട്രീസും പഠിച്ചു വെക്കാം. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റിന്റെ ഫോമാറ്റ് നിങ്ങൾ അതുപോലെ തന്നെ പഠിച്ചു വെക്കണം. അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രോബ്ലം ആയിട്ട് ചോദിക്കും. പ്രോബ്ലം ആയിട്ട് ചോദിക്കുന്ന സമയത്ത് ചാൻസ് കൂടുതൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്, എന്ന് വെച്ചാൽ ബാലൻസ് ഷീറ്റ് ചോദിക്കില്ലെന്നല്ല, അപ്പൊ ചാൻസ് കൂടുതൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. അപ്പൊ നിങ്ങൾ ആദ്യം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോമാറ്റ് അതുപോലെ തന്നെ പഠിച്ചു വെക്കാം. ഇതിനകത്ത് നിങ്ങൾക്ക് 15 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് ചോദിക്കും, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഓർ ബാലൻസ് ഷീറ്റ്. അപ്പൊ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഫോമാറ്റ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റിൽ തന്നിരിക്കുന്ന ഐറ്റംസ് ഒക്കെ ആ എമൗണ്ട് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പകുതി മാർക്കിൽ കൂടുതൽ കിട്ടും. അപ്പൊ അതുകൊണ്ട് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഫോമാറ്റ് ആദ്യം പഠിച്ചു വെക്കാം. നമുക്ക് ഏകദേശം മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പോസ്റ്റ് ചെയ്യാനും പറ്റും അല്ലെ. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റും. പിന്നെ ബാലൻസ് ഷീറ്റിലെ ഷെഡ്യൂൾ നമ്പർ 9 അഡ്വാൻസസ് മാത്രം നിങ്ങൾ ഷെഡ്യൂൾ ഒന്ന് നോക്കി വെക്കണം. ചിലപ്പോൾ ഷെഡ്യൂൾ നമ്പർ 9 അഡ്വാൻസസ് മാത്രമായിട്ട് ചോദിക്കാറുണ്ട്. ബാലൻസ് ഷീറ്റിന്റെ ഫോമാറ്റും ഷെഡ്യൂൾ നമ്പർ 9-ലുള്ള ഐറ്റംസ് തന്നിട്ട് അതിന്റെ പോസ്റ്റിങ്ങും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഫോമാറ്റ് പഠിക്കാം, ബാലൻസ് ഷീറ്റിന്റെ ഫോമാറ്റ് പഠിക്കാം. ഒരു ഷെഡ്യൂൾ മാത്രം നിങ്ങൾ ഏകദേശം ഒന്ന് മനസ്സിലാക്കി വെക്കുക, ഷെഡ്യൂൾ നമ്പർ 9 മാത്രം. ബാക്കിയൊന്നിലും നമ്മൾ ഷെഡ്യൂൾ ആയിട്ട് പഠിക്കുന്നില്ല അല്ലെ, ഐറ്റംസ് മനസ്സിലാക്കി പോസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. പക്ഷെ ഷെഡ്യൂൾ നമ്പർ 9 മാത്രം നിങ്ങൾ ജസ്റ്റ് അഡ്വാൻസസ് എന്നുള്ള ഷെഡ്യൂൾ മാത്രം ജസ്റ്റ് ഒന്ന് നല്ലപോലെ മനസ്സിലാക്കി വെക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനീസിന് ചോദിക്കാനുള്ളത്. നെക്സ്റ്റ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണ് അമാൽഗമേഷൻ, അബ്സോർപ്ഷൻ ആൻഡ് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ചോദിക്കാനുള്ളത് തിയറി ആയിട്ട് നമുക്ക് അതിന്റെ മീനിങ്, അമാൽഗമേഷൻ എന്താണ്, അബ്സോർപ്ഷൻ എന്താണെന്നുള്ള രീതിയിൽ നമുക്ക് മീനിങ് ചോദിക്കാം. പിന്നെ പർച്ചേസ് കൺസിഡറേഷൻ ആണ് ചോദിക്കുന്നത്. പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മെത്തേഡ്സ് പഠിക്കണം. തിയറി ആയിട്ട് എന്താണ് പർച്ചേസ് കൺസിഡറേഷൻ, എന്താണ് അതിന്റെ കാൽക്കുലേഷന്റെ മെത്തേഡ്സ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെത്തേഡിൽ നമ്മളോട് പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടും ചോദിക്കാം, പ്രോബ്ലം ആയിട്ടും ചോദിക്കാം. പ്രോബ്ലം ആയിട്ട് ചോദിക്കുവാണെങ്കിൽ നെറ്റ് അസറ്റ് മെത്തേഡാണ് ചാൻസ് കൂടുതൽ. അപ്പം ബാക്കി മെത്തേഡും നിങ്ങൾ നോക്കി വെക്കാം. തിയറി പഠിക്കുമ്പോൾ തന്നെ നമുക്കത് പ്രോബ്ലം ചെയ്യാനുള്ളത് എങ്ങനെയാണെന്ന് വന്നു കഴിഞ്ഞാലും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് പർച്ചേസ് കൺസിഡറേഷനും അതിന്റെ മെത്തേഡ്സും പഠിച്ചു വെക്കാം. പിന്നെ അമാൽഗമേഷന്റെ ടൈപ്സ് ഓഫ് അമാൽഗമേഷൻ ഉണ്ടല്ലോ, ആ 2 ടൈപ്പ്, അതിന്റെ ഡിഫറൻസും
അത് പഠിച്ചു നോക്കുക. അതിൽ ആ 5 പോയിന്റ് ആണ് പഠിക്കാനുള്ളത്. ആ പോയിന്റ് ഉണ്ടെങ്കിൽ അത് മെർജർ ആണ്, പോയിന്റ് ഇല്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ് എന്നുള്ള രീതിയിലാണല്ലോ. അപ്പോൾ ആ പോയിന്റ്സ് പഠിച്ചു വെക്കാം. അത് വെച്ച് തന്നെ നമുക്ക് ഡിഫറൻസും എഴുതാൻ പറ്റും. അപ്പം നെക്സ്റ്റ് ടൈപ്സ് ഓഫ് അമാൽഗമേഷൻ തിയറി. പിന്നെ നമുക്ക് അമാൽഗമേഷനിൽ പഠിക്കേണ്ടത് അമാൽഗമേഷൻ അബ്സോർപ്ഷൻ ആൻഡ് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷനിൽ വരുന്ന ജേർണൽ എൻട്രീസ് ഉണ്ടല്ലോ. അപ്പോൾ ജേർണൽ എൻട്രീസ് നിങ്ങൾ നോക്കുന്ന സമയത്ത് കോമൺ ആയിട്ട് എല്ലാത്തിലും വരുന്ന ജേർണൽ എൻട്രീസ് ഉണ്ട്, അത് ആദ്യം പഠിക്കാം. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് കമ്പൽസറി ആയിട്ട് എഴുതേണ്ട. ഫോർ എക്സാമ്പിൾ ക്ലോസിംഗ് എൻട്രീസ് വരുന്ന സമയത്ത് അതിൽ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ക്ലോസ് ചെയ്യുക, പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ആവുക, പർച്ചേസ് കൺസിഡറേഷൻ്റെ പേയ്മെന്റ്, പിന്നെ നമ്മുടെ ക്യാപിറ്റൽ ക്ലോസ് ചെയ്യുന്നത്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും ക്ലോസ് ചെയ്യുന്നത്. ഇത്രയും എൻട്രീസ് എല്ലാ ക്വസ്റ്റ്യനിലും കോമൺ ആയിട്ട് ചെയ്യേണ്ടി വരുന്നതാണ്. അപ്പോൾ ആ എൻട്രീസ് പഠിച്ചു വെക്കുക. സ്പെഷ്യൽ കേസസ് നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ മാത്രം ചെയ്യേണ്ടതാണ് ലിക്വിഡേഷൻ എക്സ്പെൻസ് ഒക്കെ വരുന്നത്. അപ്പം അത് നിങ്ങൾ സെക്കൻഡറി ആയിട്ട് നോക്കിയാൽ മതി. കോമൺ ആയിട്ടുള്ള ആ എൻട്രീസ് പഠിക്കാം. ഇപ്പോൾ ജേർണൽ എൻട്രീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലോസിംഗ് എൻട്രീസ് ആണ് ചാൻസ് കൂടുതൽ വരുന്നത്. ഓപ്പണിംഗ് എൻട്രീസും ചോദിക്കാം. ക്ലോസിംഗ് എൻട്രീസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്പണിംഗ് എൻട്രീസ് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള രീതിയിൽ വന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള, പുതിയ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ളതൊക്കെ അത് ചോദിക്കുന്നുണ്ടെങ്കിൽ ഓപ്പണിംഗ് എൻട്രീസ് പ്ലസ് ബാലൻസ് ഷീറ്റ് എന്നുള്ള രീതിയിൽ ചോദിക്കാം. ഈ മൂന്നും കൂടി ഒരുമിച്ച് ചോദിക്കാൻ അത്രയും ടൈം നമുക്ക് ഉണ്ടാവില്ല എഴുതാൻ. അപ്പോൾ ഒന്നുകിൽ ക്ലോസിംഗ് എൻട്രീസ്, അതിൻ്റെ കൂടെ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട അക്കൗണ്ട്സ്, റിയലൈസേഷൻ അക്കൗണ്ട്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഓപ്പണിംഗ് എൻട്രീസ് പ്ലസ് ന്യൂ ബാലൻസ് ഷീറ്റ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ. ഇതിൽ ക്ലോസിംഗ് ആണ് ചാൻസ് കൂടുതൽ കാണുന്നത് എന്ന് വെച്ചിട്ട് അതന്നെ ചോദിക്കണമെന്നില്ല. അപ്പം നിങ്ങൾ ജേർണൽ എൻട്രീസ് കംപ്ലീറ്റ് പഠിക്കുക. ജേർണൽ എൻട്രി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതേപോലെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ജേർണൽ എൻട്രിയിൽ തന്നിരിക്കുന്നത് ആഡ് ചെയ്ത് എഴുതിയാൽ മതിയല്ലോ. അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യുക, എൻട്രി ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. ഇത് കഴിഞ്ഞ് നിങ്ങൾ പഠിക്കേണ്ടത്, അത് കഴിഞ്ഞ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത് ലിക്വിഡേഷൻ ആണ്. അപ്പോൾ ലിക്വിഡേഷൻ ചാപ്റ്ററിൽ നമുക്ക് ലിക്വിഡേറ്റർ ആരാണ്, ലിക്വിഡേറ്ററിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നുള്ള രീതിയിലുള്ള തിയറി ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പിന്നെ വൈൻഡിങ് അപ്പിന്റെ പല ടൈപ്സ് ഓഫ് വൈൻഡിങ് അപ്പ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ, മോഡ്സ് ഓഫ് വൈൻഡിങ് അപ്പ്, അതും നമുക്ക് അതിൽ നിന്ന് തിയറി ചോദിക്കാം. പിന്നെ പ്രോബ്ലം ആയിട്ട് ചോദിക്കുന്ന ലിക്വിഡേറ്ററിന്റെ റെമ്യൂണറേഷൻ മാത്രം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പാരഗ്രാഫ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പ്രോബ്ലം റെമ്യൂണറേഷൻ മാത്രം വരുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പിന്നെ ലിക്വിഡേറ്ററിന്റെ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് വരുന്ന ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് 15 മാർക്സിനായിരിക്കും ചോദിക്കുന്നത്. 15 മാർക്സിന് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് വരുന്നത് നമ്മളെ ബാങ്കിങ് കമ്പനി, അത് കഴിഞ്ഞ് അമാൽഗമേഷൻ, അതും കഴിഞ്ഞ് ചാൻസ് കൂടുതലുള്ളതാണ് ലിക്വിഡേഷൻ. അപ്പോൾ ലിക്വിഡേഷനിൽ റെമ്യൂണറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഷോർട്ട് ആൻസർ മീൻസ് പാരഗ്രാഫ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. പിന്നെ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനുള്ള വലിയ ക്വസ്റ്റ്യൻ ഇല്ലേ, റെമ്യൂണറേഷൻ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാം. അപ്പോൾ ഇതിൽ തിയറി ആയിട്ട് ലിക്വിഡേറ്ററും ലിക്വിഡേറ്ററിന്റെ ഡ്യൂട്ടീസും ഒക്കെ. പിന്നെ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ചില സമയത്ത് ചോദിച്ചിട്ടുണ്ട്, കൂടുതൽ അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. മെയിനായിട്ട് ചോദിക്കുന്ന ലിക്വിഡേറ്റർ, ലിക്വിഡേറ്ററിന്റെ ഡ്യൂട്ടീസ്, പിന്നെ മോഡ്സ് ഓഫ് വൈൻഡിങ് അപ്പ്, ഈ രണ്ടാണ് തിയറി ആയിട്ട് കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഓർഡറിൽ നമ്മൾ പഠിച്ചു പോകാം. നെക്സ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ ചാപ്റ്റർ ആണ്. അപ്പോൾ ഇന്റേണൽ റീകൺസ്ട്രക്ഷനിൽ ഇന്റേണൽ റീകൺസ്ട്രക്ഷന്റെ മീനിങ് ഒക്കെ ചോദിക്കാം. പിന്നെ വരുന്നത് വേസ് ഓഫ് ഓൾട്ടറേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ തന്നിട്ടുണ്ടല്ലോ, അത് പഠിക്കാം. അപ്പൊ അത് വേസ് ആയിട്ട് നമുക്ക് പാരഗ്രാഫ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിട്ട് തിയറി ചോദിക്കാം, അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം. അപ്പോൾ ഓൾട്ടറേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റലിൽ വരുന്ന എല്ലാ വേസും അതുപോലെ തന്നെ പഠിച്ചു വെക്കാം. പിന്നെ ഇന്റേണൽ റീകൺസ്ട്രക്ഷനിൽ ക്വസ്റ്റ്യൻസ് പ്രോബ്ലം ചോദിക്കാനും ചാൻസ് ഉണ്ട്. ചാൻസ് കുറവാണ്, പക്ഷേ മീൻസ് മെയിൻ ക്വസ്റ്റ്യൻ ആയി 15 മാർക്സിന് ചാൻസ് കുറവാണ്, പക്ഷെ ഷോർട്ട് ആയിട്ട് നമുക്ക് ചോദിക്കാം പ്രോബ്ലംസ്. ഇപ്പം ഇന്റേണൽ റീകൺസ്ട്രക്ഷനിൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല, എന്നാലും ഏകദേശം ഈ രീതിയിലായിരിക്കും ആ ചാപ്റ്ററിന് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് പഠിക്കേണ്ട 3 മൊഡ്യൂൾ ബാങ്കിങ് കമ്പനി, അതിനുശേഷം അമാൽഗമേഷൻ, അത് കഴിഞ്ഞ് ലിക്വിഡേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ ഇന്റേണൽ റീകൺസ്ട്രക്ഷനിലേക്ക് പോയാൽ മതി. അതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് അതിൽ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ മൊഡ്യൂളിലേക്ക് വന്നാൽ മതി. നമ്മൾ ആ ഇമ്പോർട്ടൻസിൻ്റെയും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിൻ്റെയും ഓർഡറിലാണ് ഇത് ഇട്ടേക്കുന്നത്. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് അക്കൗണ്ട്സ് ഓഫ് ഇൻഷുറൻസ് കമ്പനീസ് ആണ്. ഇത് ലാസ്റ്റ് ഞാൻ വെച്ചിരിക്കുന്നത്. ഒന്നാമത് ഇതിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വരുന്നത് കുറവായിരിക്കും.
പിന്നെ ഇതിൽ നമ്മൾ ഫോമാറ്റ് പഠിക്കാൻ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പം നിങ്ങൾ ഇതിൽ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയൊന്നും പഠിക്കാൻ ടൈമും കിട്ടില്ല. കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുമില്ല. അതുകൊണ്ടാണ് ഇത് ഞാൻ ലാസ്റ്റ് പറയുന്നത്. ഇത് ഞാൻ വീഡിയോ കംപ്ലീറ്റ് ഇട്ടിട്ടില്ല ഇപ്പം, ഇൻഷുറൻസ് കമ്പനീസിൻ്റെ, അക്കൗണ്ട്സ് ഓഫ് ഇൻഷുറൻസ് കമ്പനീസിൻ്റെത്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് അതിലേക്ക് പോയാൽ മതി. അക്കൗണ്ട്സ് ഓഫ് ഇൻഷുറൻസ് കമ്പനീസിൽ ചോദിക്കാനുള്ള ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് എന്നുള്ള ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് ചിലപ്പോൾ നിങ്ങൾക്ക് തിയറി ചോദിക്കാം. അതേപോലെ ടൈപ്സ് ഓഫ് ഇൻഷുറൻസ്, ടൈപ്സ് ഓഫ് ലൈഫ് ഇൻഷുറൻസും ഉണ്ട്, അതേപോലെ ടൈപ്സ് ഓഫ് ജനറൽ ഇൻഷുറൻസും ഉണ്ട്. അത് നമുക്ക് ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ തിയറി ആയിട്ട് 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് ചോദിക്കാം. അതിപ്പോൾ നമുക്ക് ഏതാണെന്ന് പറയാൻ പറ്റില്ല. സറണ്ടർ വാല്യൂ എന്താണെന്ന് ചോദിക്കാം, റീ ഇൻഷുറൻസ്, ഡബിൾ ഇൻഷുറൻസ് എന്താണ്, ആ രീതിയിൽ അവിടെ ഇവിടെയുള്ള കാര്യങ്ങൾ എടുത്ത് നമുക്ക് 2 മാർക്സിന്റെ തിയറി ക്വസ്റ്റ്യൻ ചോദിക്കാം. അതേപോലെ ഇതിൽ ഒരുപാട് പോർഷൻസ് വരുന്നുണ്ട്, പക്ഷെ എവിടെ നിന്ന് ക്വസ്റ്റ്യൻ വരുമെന്നും അറിയില്ല. ക്വസ്റ്റ്യൻസ്, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിന് സാധാരണ കുറവായിരിക്കും. പിന്നെ ഇൻഷുറൻസ് കമ്പനിയുടെ പ്രോബ്ലം ചോദിക്കാം. പ്രോബ്ലം ചോദിക്കുന്ന സമയത്ത് എവിടുന്ന് ചോദിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. റവന്യൂ അക്കൗണ്ട്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എന്താണെന്ന് ചോദിക്കാൻ നമുക്ക് ഇതിൽ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അപ്പം എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അപ്പം ഇത്രയാണ് നമ്മൾ 5 മൊഡ്യൂൾസിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് പറയുന്നത്. ഇപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത്, നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. ഇപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്ന സമയത്ത് പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പോർഷൻസ് നിന്നുള്ള, എല്ലാ പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും അതിൽ അപ്ലോഡഡ് ആയിരിക്കും കമ്പ്യൂട്ടറിൽ. ക്വസ്റ്റ്യൻ ബാങ്ക് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എല്ലാ സിമ്പിൾ നമ്മൾ വിചാരിക്കാത്ത പോർഷനിലുള്ള പാർട്ടിലുള്ള ക്വസ്റ്റ്യൻസ് വരെ കമ്പ്യൂട്ടറിൽ അപ്ലോഡ് ചെയ്തിരിക്കും. മാക്സിമം ക്വസ്റ്റ്യൻസ് അപ്ലോഡഡ് ആയിരിക്കും. അപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത പാർട്ടിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ അതിനകത്ത് കിടപ്പുണ്ടാവും. ഇപ്പൊ കമ്പ്യൂട്ടറാണ് ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റത്തില്ല ഏത് പോർഷന് വരും. നമ്മൾ ഏകദേശമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പക്ഷെ കുഴപ്പമില്ലാതെ മാർക്ക് വാങ്ങിക്കാൻ പറ്റും എന്നാണ്. നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന പോർഷൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് പാസ്സാവാനും പറ്റും, കുഴപ്പമില്ലാത്ത മാർക്ക് വാങ്ങിക്കാൻ പറ്റും. എന്നാലും നിങ്ങൾക്ക് ഫുൾ പോർഷൻസ് ഈ ക്വസ്റ്റ്യൻസിൽ നിന്ന് തന്നെ ചോദിക്കണം എന്ന് പറയാൻ പറ്റില്ല. ഇതിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പാർട്ടുന്ന ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്രയും ആദ്യം പഠിക്കാം. നിങ്ങളോട് പഠിക്കേണ്ട ഓർഡർ ആണ് പറഞ്ഞിരിക്കുന്നത്. ബാങ്കിങ് കമ്പനി, അമാൽഗമേഷൻ, പിന്നെ ലിക്വിഡേഷൻ, ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ, ഇൻഷുറൻസ് കമ്പനീസ്. അതിൽ ഇത്രയും പറഞ്ഞിരിക്കുന്ന പോർഷൻസ് പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ബാക്കി വരുന്ന ടെക്സ്റ്റിലുള്ള പോർഷൻസ് പഠിച്ചാൽ മതി. അപ്പം നിങ്ങൾക്ക് ഈ ബാക്കിയുള്ള പഠിക്കേണ്ടെന്നല്ല, പഠിക്കേണ്ട ഓർഡർ മാത്രമേ ഞാൻ പറഞ്ഞു തന്നുള്ളൂ. അപ്പം ഇത്രയും പോർഷൻസ് ആദ്യം പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത ബാക്കിയുള്ള പോർഷൻസിലേക്ക് പോയാൽ മതി. എല്ലാ പോർഷൻസും പഠിക്കണം, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ബിക്കോസ് ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എല്ലാ പോർഷനുള്ള ക്വസ്റ്റ്യൻസും, ടെക്സ്റ്റിലുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും അതിൽ അപ്ലോഡഡ് ആയിരിക്കും. സെലക്ട് ചെയ്യുന്നത് ഒരു ഹ്യൂമൻ ബീങ് അല്ല, കമ്പ്യൂട്ടറാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ എവിടുന്ന് സെലക്ട് ചെയ്യുമെന്ന് നമുക്ക് റാൻഡംലി ആണ് സെലക്ട് ചെയ്ത് വരുന്നത്. അപ്പം നമുക്കത് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം, എല്ലാ പോർഷൻസും പഠിക്കണം. പോർഷൻസ് പഠിക്കാനുള്ള ഓർഡർ മാത്രം ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് 2 വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി വരുന്ന ക്വസ്റ്റ്യൻ പാറ്റേൺ ഇതാണ്. പക്ഷേ കമ്പ്യൂട്ടറൈസ്ഡ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇത് തന്നെ വരണമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ ആദ്യം പഠിക്കാം. പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ബാക്കിയുള്ള പോർഷൻസും കൂടി പഠിക്കാം. അപ്പോൾ ടൈം കുറവാണെങ്കിൽ ഈ പോർഷൻസ് എങ്കിലും കവർ ചെയ്യണം, എന്നാൽ മാത്രമേ പാസ്സാകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. എക്സാമിന് ഇനി കുറച്ച് ദിവസം കൂടെയല്ലേ ഉള്ളൂ. അപ്പം എല്ലാവരും പെട്ടെന്ന് ഇന്ന് തന്നെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് തീരുള്ളൂ. അപ്പം എല്ലാവരും പഠിച്ചു തുടങ്ങാം. ഓൾ ദി ബെസ്റ്റ്. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരയ്ക്കും ഹാപ്പി ലേണിംഗ്.